സ്ഥലം എവിടെയില്ല, ഇന്ന് ഇന്ത്യയിൽ എവിടെയുള്ള റോമിലാണ്. അപ്പൊ അവരും ആരല്ല, ഇന്ത്യയുടെ ഭാഗമല്ല. പിന്നെ യൂറോപ്യൻ ഐഡിയോളജിയെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്നവരാണ് ആരും കമ്മ്യൂണിസ്റ്റുകാരും ആരല്ല, ഇന്ത്യക്കാരില്ല. അപ്പൊ എന്തേ കൊണ്ടു ഈ ആഭ്യന്തര ശത്രുവിനെ നിഗ്രഹിക്കുക. ഈ ആഭ്യന്തര ശത്രുവിനെ നിഗ്രഹിച്ചാൽ ഇന്ത്യ എന്തായി? നേരത്തെ 2000-3000 കൊല്ലത്തിന്റെ പഴയ പാരമ്പര്യമുള്ള ഒരു ഹിന്ദുത്വ രാഷ്ട്രമായി. അപ്പോൾ അവർ പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രമാണിത് എന്നാണ്. ഈ പ്രഖ്യാപിക്കുന്നത് കാത്തിരിക്കേണ്ട ഒരു കാര്യമില്ല. RSSന്റെ സംഘപരിവാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യതാണ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായിട്ട് കടന്നാക്രമണം വന്നു. പമ്പളാനി അപ്പം ഞെട്ടി. പമ്പളാനി ഞാൻ പേരുപയോഗിച്ചത് ബോധപൂർവമാണ്. അവസരവാദം ഇത്രയും ശക്തിയായിട്ട് പറയുന്ന വേറൊരാളുമില്ല. അതുകൊണ്ടാണ് പമ്പളാനി പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആലോചിക്കേണ്ടി വരും. അവസാനം ജാമ്യം കിട്ടിയപ്പോൾ സ്തുതി ആർക്ക്? കേന്ദ്ര അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതി. അച്ഛന്മാർ കേക്കും കൊണ്ട് പോയി സോപ്പിടാൻ. എവിടെ? RSSന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് വേറൊരു വിവരം. ഒഡീഷയിൽ കന്യാസ്ത്രീയെ മാത്രമല്ല അച്ഛനെയും അടിച്ചു. അപ്പോൾ വീണ്ടും മാറ്റാൻ തുടങ്ങി. ഞങ്ങൾ യൂറോപ്പിലാണോ ജീവിക്കേണ്ടത് എന്ന അവരുടെ ചോദ്യം. ഞങ്ങൾ യൂറോപ്പിലാണോ ജീവിക്കേണ്ടത് എന്ന അവരുടെ ചോദ്യം. അപ്പോൾ ഒരു ഭാഗത്ത് ഛത്തീസ്ഗഡിൽ ഇപ്പോൾ ബജരംഗ ദൾ ഉൾപ്പെടെ ചേർന്ന് വീണ്ടും പള്ളി ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒഡീഷയിൽ പണ്ടത്തെ പോലെ തന്നെ അതിശക്തിയായ രീതിയിലുള്ള കടന്നാക്രമം ആരംഭിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ വിവിധ മേഖലയിൽ ഈ കടന്നാക്രമമാണ്. ഏതെങ്കിലും കാണുമ്പോൾ കൈക്കും വാങ്ങിപ്പോയി പരിഹരിച്ചു കളയാം എന്ന് വിചാരിക്കുന്ന ചില ആളുകളുടെ മാനസിക നില അല്ല ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം. ഞാൻ നേരെ പറഞ്ഞാണ്, ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും ഇന്ത്യയിൽ ജീവിക്കേണ്ടവരല്ല, അവർ പുറത്തു പോകേണ്ടവരാണ്. ആഭ്യന്തര ശത്രുക്കളായിട്ടാണ് ഞങ്ങൾ അവരെ കാണുന്നത് എന്ന് പ്രചരണം നടത്തി ഇന്ത്യ പരമ്പരാഗതമായിട്ടൊരു ഹിന്ദു രാഷ്ട്രമാണെന്ന്, ഹിന്ദുത്വ സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് അത് നല്ല ധാരണയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യുമ്പോൾ ഇടക്കിടക്ക് വരുന്ന ഈ മനോമാറ്റം കൊണ്ട് ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ മുസ്ലിമോ കമ്മ്യൂണിസ്റ്റോ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന കാര്യം പറയാനാണ് ഞാൻ ഇത്രയും വ്യാപകമായിട്ട് ആ കാര്യം വിശദീകരിച്ചത്. ഇങ്ങനെ വരുമ്പോൾ മതനിരപേക്ഷതയെ സംരക്ഷിക്കേണ്ടി വേണം. മതനിരപേക്ഷതയെ സംരക്ഷിക്കേണ്ടി വരുന്നതിന് അടിസ്ഥാനമായിട്ട് നമ്മൾ കാണുന്നത് ഭരണഘടനയാണ്. അത് നടപ്പിലാക്കുന്നതിൽ ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഇലക്ഷൻ കമ്മീഷൻ, മറ്റൊന്നാണ് സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള ജുഡീഷ്യറി, CAG, CBI, IT, ഇതെല്ലാം ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം ഇന്നത്തെ ഇന്ത്യൻ പരിസ്ഥിതിയിൽ അർദ്ധ സൈനിക വിഭാഗത്തിൻ്റെ പൂർണ്ണമായ കീഴടങ്ങലിന് വിധേയപ്പെട്ടിരിക്കുന്നു. ഏതാ ഈ അർദ്ധ സൈന്യ വിഭാഗം? ഏതാ അർദ്ധ സൈന്യ വിഭാഗം എന്ന് പറഞ്ഞ RSS ആണ്. RSSന് വിധേയപ്പെട്ടിരിക്കുന്നു ഭരണഘടനാ സ്ഥാപനങ്ങൾ. അതാണ് നമ്മൾ ഏറ്റവും അവസാനമായിട്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രശ്നം. ലക്ഷക്കണക്കിന് കള്ളവോട്ട് ചേർക്കുക. ഇവിടെയും ചേർക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനം കിട്ടിയ വിവരം. പല വാർഡുകളിലും 10-30 വോട്ട് അവർക്ക് ഭൂരിപക്ഷം ഉണ്ടെന്ന് കണ്ട സ്ഥലത്ത് അവിടെ നിന്നും എല്ലാവരും അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ 30 ആളെ വേറെ വാർഡ് കൊണ്ടുപോയിട്ട്, വേറെ പഞ്ചായത്തിൽ കൊണ്ടുപോയിട്ട്, വേറെ മണ്ഡലത്തിൽ കൊണ്ടുപോയിട്ട് ചേർക്കുന്ന പണി ഇപ്പോഴും തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനം 12 നാളെയും കൂടിയേ ഉള്ളൂ അപേക്ഷ കൊടുക്കാനുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ വോട്ടർ ലിസ്റ്റിൻ്റെ കാര്യം കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന വിവരം കേരളത്തിൽ വന്നു തന്നെയാണ്. അത് പരിശോധിക്കണം എല്ലാ സ്ഥലത്തും. അത് പരിശോധിക്കാനും തിരുത്താനുള്ള നിലപാട് നമുക്ക് സ്വീകരിക്കാൻ പറ്റും കേരളത്തിൽ. പക്ഷെ അറിയാതെ പറ്റിക്കാനാണ് പലരും ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് ഇവിടെ പരസ്യമായി പറഞ്ഞത്. എന്താ നമ്മുടെ ഇപ്പോൾ ഒരു മണ്ഡലത്തെ പറ്റിയാണ്